إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ثم أما بعد അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൃപ്തി കരസ്ഥമാക്കാൻ ലക്ഷ്യമാക്കുന്ന ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ അറിവിന്റെയും കഴിവിന്റെയും പരമാവധി പരിശ്രമിക്കുന്ന നാം ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം അവന്റെ തൃപ്തിയിലേക്ക് എത്തിച്ചേരുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച മാർഗം സ്വീകരിക്കുക എന്നുള്ളത് നാം ഓരോരുത്തരുടെ മേലും നിർബന്ധമാണ്. എന്നുവെച്ചാൽ ലക്ഷ്യം നന്നായാൽ മാർഗം ശരിയാവുകയില്ല. ദീനുൽ ഇസ്ലാമിൽ അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുക എന്നുള്ള ലക്ഷ്യമുണ്ടെങ്കിൽ മറ്റ് തെറ്റായ ഉദ്ദേശങ്ങളൊന്നുമില്ലെങ്കിൽ അവന്റെ ശരിയായ ഉദ്ദേശം കൊണ്ട് മാത്രം ഈ ദീനിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അവന്റെ നരകത്തിൽ നിന്ന് അവന്റെ തടി സലാമത്താക്കാനോ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാനോ അവന് സാധിക്കുകയില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ കം മിൻ മുരീദിൻ ലിൽ ഖൈരി ലം യുസിബ്, ഖൈർ ഉദ്ദേശിക്കുന്ന എത്ര ആളുകൾക്കാണ് അത് കിട്ടാതെ പോയത് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്. നമ്മൾ ഖൈർ ഉദ്ദേശിക്കുന്നു, നരകത്തിൽ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നു, സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ള നമ്മുടെ നിയ്യത്ത് നന്നായി എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അങ്ങനെ സ്വീകരിക്കാനായിരുന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മളിലേക്ക് ഒരു റസൂലിനെ നിശ്ചയിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് ഓരോരുത്തരിലേക്കും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചത് ആ റസൂൽ പഠിപ്പിച്ചു തരുന്നത് എന്താണോ അതാണ് അല്ലാഹു തൃപ്തിപ്പെടുന്ന കാര്യം. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തരുന്ന ആദർശം എന്താണോ അങ്ങനെ ജീവിച്ചാലല്ലാതെ അല്ലാഹു നമ്മളെ തൃപ്തിപ്പെടില്ല എന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു തൃപ്തിപ്പെടുന്ന വഴി എന്താണ്, സിറാത്തുൽ മുസ്തഖീം എന്താണ്, അത് കാണിച്ചു തരാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മളിലേക്ക് അയച്ചത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമുക്ക് അല്ലാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കണമെങ്കിൽ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ, സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന ആ പാത, ആ ആദർശം, ആ നിലപാടുകൾ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോഴല്ലാതെ നമ്മുടെ നല്ല നിയ്യത്തുകൾ കൊണ്ട്, നല്ല ഉദ്ദേശങ്ങൾ കൊണ്ട്, നല്ല ആഗ്രഹങ്ങൾ കൊണ്ട് നമ്മൾക്ക് ഈ ദീനിൽ ഒന്നും കരസ്ഥമാക്കാൻ സാധിക്കില്ല. അത് നമ്മൾ കുറെ പണിയെടുത്തു, കുറെ കഷ്ടപ്പെട്ടു, ഞാൻ കുറെ ഖുർആൻ ഓതി, കുറെ ദിക്റുകൾ ചൊല്ലി, കുറെ അങ്ങനെ ചെയ്തു, കുറെ ഇങ്ങനെ ചെയ്തു, നമ്മുടെ പ്രവർത്തനങ്ങൾ അധികരിച്ചത് കൊണ്ട് റബ്ബിന്റെ അടുക്കൽ നമുക്കൊരു പ്രതിഫലവും കൂടുതൽ കിട്ടാനില്ല. നമ്മൾ കുറെ ചെയ്യുന്നു, കുറെ പ്രവർത്തിക്കുന്നു, കുറെ കഷ്ടപ്പെടുന്നു, കുറെ വേർപ്പെടുക്കുന്നു, കുറെ ബുദ്ധിമുട്ടുന്നു എന്നുള്ളത് നമുക്ക് റബ്ബിന്റെ അടുക്കൽ രക്ഷയ്ക്കുള്ളൊരു കാരണമല്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് രക്ഷയ്ക്കുള്ള മാനദണ്ഡമായി നിശ്ചയിച്ചത് നിങ്ങൾ ആ റസൂലിനെ പിൻപറ്റണം, അനുസരിക്കണം. ആ റസൂലിനെ അനുസരിച്ചാൽ നിങ്ങൾ ഹിദായത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരാൾ അനുസരിക്കുമ്പോഴാണ് ഹിദായത്തിലാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരാൾ പിൻപറ്റുമ്പോഴാണ് ഹിദായത്തിലാകുന്നത്. അപ്പോഴാണ് അവൻ സിറാത്തുൽ മുസ്തഖീമിലാകുന്നത്. അപ്പോഴാണ് നരകത്തിന് രക്ഷപ്പെട്ടവരുടെ പാതയിലായി ആയിത്തീരുന്നത്. അപ്പോഴാണ് സ്വർഗത്തിൽ പ്രവേശിക്കാനായിത്തീരുന്നത്. അതല്ലാതെ നമ്മുടെ നല്ല ഉദ്ദേശങ്ങൾ, നമ്മൾ നല്ലതാണ് വിചാരിക്കുന്നത്, അതെല്ലാവരും നാട്ടുകാരെല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യമാണ്, ഇത് ഒരു പ്രശ്നമില്ലാത്ത കാര്യം, ആർക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ് എന്നുള്ളത് കൊണ്ട് ഒരു കാര്യവും അല്ലാഹു സുബ്ഹാനഹു തൃപ്തിപ്പെടുന്ന കാര്യമായി തീരണമെന്നില്ല. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അറിയാതെ, അദ്ദേഹത്തിന്റെ ജീവിതത്തെപ്പറ്റി വിശദമായി പഠിക്കാതെ നമുക്ക് റബ്ബിന്റെ തൃപ്തി കരസ്ഥമാക്കി വരാൻ സാധിക്കൂല. നമുക്ക് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അടുത്തറിയാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഇരിപ്പും നടപ്പും നോട്ടവും നടത്തവും, ഭക്ഷണം കഴിക്കലും വെള്ളം കുടിക്കലും, വീട്ടിനകത്തും പുറത്തും, ഭാര്യയുടെ ഇടയിലും മക്കളുടെ ഇടയിലും ഓരോ സന്ദർഭത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയായിരുന്നു എന്ന് പഠിച്ച് അതുപോലെ ജീവിക്കുമ്പോഴാണ് ഒരു മുസ്ലിം അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തിയാനാകുന്നത്, അവൻ സിറാത്തുൽ മുസ്തഖീമിലാകുന്നത്. ഈ ദീനിന്റെ ഒന്നാമത്തെ പടി, അല്ലാഹുവിന്റെ തൃപ്തിയിലേക്കുള്ള ആദ്യത്തെ പടി അറിവ് കരസ്ഥമാക്കുക, പഠിക്കലാണ്. ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തെ പറ്റി ഒന്നും അറിയില്ലെങ്കിൽ അവൻ അല്ലാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ സാധിക്കില്ല. അങ്ങനെ തന്നെ മനസ്സിലാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് കാര്യത്തിനാണ് ഈ ദുനിയാവിൽ ഏറ്റവും അധികം പ്രാധാന്യം നൽകിയിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു എന്തിനാണ് അയച്ചിട്ടുള്ളത് എന്നൊന്നും അറിയാത്ത ഒരാളാണ് മുസ്ലിമായി നടക്കുന്നതെങ്കിൽ അവന്റെ പേര് മുസ്ലിം ആയതുകൊണ്ടോ, അവന്റെ ഐഡന്റിറ്റി മുസ്ലിം ആയതുകൊണ്ടോ, നാട്ടുകാരൻ മുസ്ലിമായി കണക്കാക്കിയതുകൊണ്ടോ അവന് റബ്ബിന്റെ അടുക്കൽ നരകത്തിൽ രക്ഷപ്പെടാൻ സാധിക്കില്ല. എത്ര ആളുകൾക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു റസൂലായി അയച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? എത്ര ആളുകൾക്കറിയാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിന്റെ ഒരു ചെറിയൊരു അംശമെങ്കിലും മനസ്സിലാക്കിയ ഒരാൾക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കള്ളുകുടിച്ചിരുന്ന, വ്യഭിചരിച്ചിരുന്ന, പലിശ വാങ്ങിയിരുന്ന, എല്ലാ വൃത്തികേടുകളും വ്യാപിച്ചിരുന്ന ആ സമൂഹത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നാട്ടുകാരോട് വിലക്കിയത്, ആദ്യമായി പറഞ്ഞത് കള്ളു കുടിക്കരുത് എന്നുള്ളതല്ല, വ്യഭിചരിക്കരുത് എന്നുള്ളതല്ല, മദ്യപിക്കരുത് എന്നുള്ളതല്ല, മറ്റുള്ള ഹറാമുകൾ ചെയ്യരുതെന്നുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വൃത്തികേടുകൾ നടമാടുന്ന, എല്ലാ ഹറാമുകളും വ്യാപിച്ചിട്ടുള്ള ആ നാട്ടുകാരോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കണം, അതിന്റെ വക്താക്കളാകണം, അപ്പോൾ നിങ്ങൾക്ക് വിജയിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ അർത്ഥം പോലും അറിയാത്ത എത്ര ആളുകളുടെ മുസ്ലിം സമൂഹത്തിൽ. ബാങ്ക് വിളിക്കുമ്പോൾ കേൾക്കുന്നുണ്ട്, നമ്മൾ പലപ്പോഴും ദിക്റുകൾ ഉരുവിടുന്നുണ്ട്, എത്രത്തോളം ചെറിയ കുട്ടികളെ ഉമ്മമാർ താരാട്ട് പാടി ഉറക്കുന്നത് പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയില്ല. പക്ഷേ എന്താണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്? പല ആളുകൾക്കും അറിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പലരും കൃത്യമായ ഒരു ഉത്തരം പറയാതെ കഷ്ടപ്പെട്ട് വിഷമിച്ച് നിൽക്കുന്നത് നമ്മൾ പല സഹോദരന്മാരും നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ ശ്രദ്ധിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം തന്നെ എടുത്തു നോക്കിയാൽ മതി. എന്നെ സൃഷ്ടിച്ചത് അല്ലാഹു മാത്രമാണ്, എനിക്ക് റിസ്ക് നൽകുന്നത് അല്ലാഹു മാത്രമാണ്, എന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അല്ലാഹു മാത്രമാണെന്ന് വിശ്വസിച്ചിരുന്ന അബൂജഹലും മക്കയിലെ മറ്റു മുശ്രിക്കുകളും, ആ മുശ്രിക്കുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ അവർക്കത് കേൾക്കാൻ സാധിക്കുന്നില്ല, അവർക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ല, അവർക്കത് ഒരു നാവ് കൊണ്ട് ഉച്ചരിക്കാൻ പ്രയാസമാകുന്നത് എന്തുകൊണ്ടാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം അല്ലാഹുവാണ് എന്റെ സൃഷ്ടാവ് എന്നതല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹുവാണ് എന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് എന്നുള്ളതല്ല. അത് ആ മക്ക മുശ്രിക്കുകൾ പോലും അംഗീകരിച്ചിരുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ്. റസൂലേ, നബി, താങ്കൾ ആ മക്കക്കാരോട് ചോദിച്ചു നോക്കുക, അവർക്ക് ആകാശഭൂമികളിൽ നിന്ന് റിസ്ക് നൽകുന്നത്, മഴ വർഷിപ്പിച്ച് നൽകുന്നതും ചെടികൾ മുളപ്പിക്കുന്നതും, അങ്ങനെ അവർക്ക് റിസ്ക് നൽകുന്നത് ആരാണ്? അമ്മ യംലികു സമഅ വൽ അബ്സാർ, അവരുടെ കേൾവിയെയും കാഴ്ചയും ഉടമപ്പെടുത്തിയത് ആരാണ്? വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്, ജീവനുള്ളതിൽ നിന്ന് മരിച്ചതിനെയും മരിച്ചതിൽ നിന്ന് ജീവനുള്ളതിനെയും പുറത്തു കൊണ്ടുവരുന്നത് ആരാണ്? വമൻ യുദബ്ബിറുൽ അംർ, എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ആരാണ്?
എന്ന് ചോദിച്ചാൽ മക്കക്കാര് പറയും ഫസയഖൂലൂൻ അല്ലാഹ്, അള്ളയാണെന്ന് പറയാം. ലാത്തയാണെന്നല്ല പറയാം, ഉസ്സയാണെന്നല്ല പറയാം, മനാത്തയാണെന്നല്ല പറയാം. ആ മക്ക മുശ്രിക്കുകൾ പറയുമ്പോൾ അള്ളാഹുവാണ് അവരുടെ ഖാലിഖെന്നവർ. അവരെ സൃഷ്ടിച്ചത് അള്ളാഹുവാണെന്ന് വിശ്വസിച്ചിരുന്നു. അവർക്ക് റിസ്ക് നൽകുന്ന അള്ളാഹുവാണെന്ന് വിശ്വസിച്ചിരുന്നു. അവരെല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണെന്ന് വിശ്വസിച്ചിരുന്നു. എന്നിട്ടും എന്തേ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോൾ അവർക്കത് അംഗീകരിക്കാൻ പറ്റാതെ എന്തുകൊണ്ടാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം അതല്ലാത്തതുകൊണ്ടാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് അർത്ഥമാക്കുന്നത് അള്ളാഹു മാത്രമേ ഇബാദത്തുകൾക്ക് അർഹനുള്ളൂ. നമ്മുടെ പ്രാർത്ഥനകൾക്ക്, ഇസ്തിഗാസകൾക്ക്, തവസ്സുലുകൾക്ക്, നേർച്ച വഴിപാടുകൾക്ക്, എല്ലാ ഇബാദത്തിന് ഇനങ്ങൾക്കും അള്ളാഹു അർഹനായി മറ്റാരും ദുനിയാവില്ല. പ്രപഞ്ചത്തിൽ തന്നെ ആരുമില്ല. റസൂലില്ല, മലക്കില്ല, വലിയില്ല, നബിയില്ല, സ്വാലിഹായ ആരുമില്ല, ആലിമീങ്ങളും ഒന്നുമില്ല. ഇബാദത്തുകൾ, എല്ലാ ഇബാദത്തിന് ഇനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമേ അർഹിക്കുന്നുള്ളൂ. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാത്തയെ വിളിച്ച് തേടരുത്, ഉസ്സയോട് പ്രാർത്ഥിക്കരുത്, മനാത്തിക്ക് വഴിപാടുകൾ നടത്തരുത്. ഇത് പറഞ്ഞതിനാണ് മക്കക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ തിരിഞ്ഞത്. അത്രയും കാലം അൽ-അമീൻ എന്ന് വിളിച്ച് വളരെ ആദരിച്ചിരുന്ന, താലോലിച്ചിരുന്ന, സ്നേഹത്തോടെ കണ്ടിരുന്ന ഒരു വ്യക്തിയെ സമൂഹത്തിൽ എല്ലാവരും ഒറ്റപ്പെടുത്തിയതും പരിഹാസങ്ങൾ ആരംഭിച്ചതും ഒരുപാട് പ്രയാസങ്ങൾ അദ്ദേഹത്തിനെതിരെ തിരിച്ചുവിട്ടതും കൊല്ലാൻ പോലും നോക്കിയത് ഈ ഇബാദത്തുകൾ മറ്റുള്ളവർക്ക് നൽകരുത് പറഞ്ഞതിനാണ്. അള്ളാഹുവിനല്ലാതെ ഇബാദത്തുകൾ കൊടുക്കരുതെന്ന് പറഞ്ഞതിനാണ്. ലാത്തയെ വിളിച്ച് പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞതിനാണ്. ഉസ്സയോട് തേടരുതെന്ന് പറഞ്ഞതിനാണ്. മനാത്തയോട് ഇസ്തിഗാസ നടത്തരുതെന്ന് പറഞ്ഞതിനാണ്. എന്ത് ഇബാദത്തുകളാണെങ്കിലും അള്ളാഹുവിനെ നൽകാവൂ എന്ന് പറഞ്ഞതിനാണ്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇബാദത്തിന് അർഹതയുള്ള ഒന്നുമില്ല ദുനിയാവിൽ. ലാ ഇലാഹ, ഒരു കാര്യമില്ല. മരമായിക്കോട്ടെ, കല്ലായിക്കോട്ടെ, മനുഷ്യനായിക്കോട്ടെ, പുണ്യാത്മാവായിക്കോട്ടെ, ആരുമില്ല. ഇബാദത്തുകൾ അർഹിക്കുന്നവൻ ഇല്ലല്ലാഹ്, അള്ളാഹു ഒഴികെ മറ്റൊന്നുമില്ല, മറ്റാരുമില്ല. മറ്റാർക്കും ഇബാദത്തുകളാകുന്ന ഒരു കാര്യവും അവർ അർഹിക്കുന്നില്ല. ഈ കാര്യം ഒരാൾക്ക് അറിയാൻ സാധിക്കുക അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പഠിക്കുമ്പോഴാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരും അദ്ദേഹത്തിന്റെ വാപ്പാന്റെ പേരും ഉമ്മാന്റെ പേരും വല്യപ്പാന്റെ പേരും അല്ലാതെ, അദ്ദേഹം ജനിച്ച ആ സമയവും എത്ര കാലം ജീവിച്ചു എന്നുള്ളതുമല്ലാതെ നമുക്ക് എന്താണ് റസൂലിനെ പറ്റി അറിയാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി നമുക്ക് എന്താ അറിയാം? നമ്മൾ പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിയാണ് നമ്മൾ. അദ്ദേഹത്തെ മറ്റെല്ലാവരെക്കാളും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വാക്കുകൊണ്ട് പറഞ്ഞത് പോരാ. നിങ്ങൾ ദുനിയാവിന്റെ ആളുകളെ ഇഷ്ടപ്പെടുന്നവരെ നിങ്ങൾ നോക്കി. അവർ അവരുടെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഓരോ കാര്യങ്ങളും, ഓരോ തുമ്പും വാലും അവർക്കറിയാം. മുഴുവനായിട്ടുള്ള പേരറിയാം, അവരുടെ ജനിച്ചപ്പോൾ എന്തൊക്കെ സംഭവിച്ചു, ഇത്ര വയസ്സിൽ ഈ രോഗം പിടിപെട്ടു, അവരിങ്ങനെ ഈ സ്ഥലത്ത് പോയി, ഓരോ കാര്യങ്ങളും അവർക്കറിയാം. ഒരാളുടെ ഹൃദയത്തിൽ മറ്റൊരാളെ സംബന്ധിച്ച് ഏറ്റവും അധികം സ്നേഹം വന്നു കഴിഞ്ഞാൽ, ഇഷ്ടം വന്നു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ് അയാളെപ്പറ്റി പരമാവധി അറിയുന്നത്, പഠിക്കുന്നുള്ളത്. നമുക്ക് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഒന്നും അറിയില്ലെങ്കിൽ നമ്മൾ നാവ് കൊണ്ട് പറഞ്ഞാലും നമ്മുടെ ഹൃദയത്തിൽ റസൂലിന് അത്രയും സ്ഥാനമുള്ളതാണ്. അത് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ തെളിയിക്കാം. നമുക്ക് റസൂലിനെ പറ്റി ഒന്നും അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം എങ്ങനെയായിരുന്നു നമുക്കറിയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അയക്കപ്പെട്ട ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം അറിയില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളത് എങ്ങനെ അറിയാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയക്കപ്പെട്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം പല മുസ്ലിമീങ്ങൾക്കും അറിഞ്ഞിട്ടില്ല എന്നതാണ് ഇന്നത്തെ അവസ്ഥയെങ്കിൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാതിരിക്കണം. ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ എങ്ങനെ അറിയാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയക്കപ്പെട്ടവനാണ്, ദൂതനാണ്. ആരിലേക്ക് അയക്കപ്പെട്ടു പല ആളുകൾക്ക് അറിയില്ല. പലരും വിചാരിച്ചിട്ടുള്ളത് മുസ്ലിമീങ്ങളിലേക്ക് മാത്രം അയക്കപ്പെട്ട, അറബികളിലേക്ക് മാത്രം അയക്കപ്പെട്ട, വാപ്പയുമ്മയും മുസ്ലിമായിട്ടുള്ള ആളുകൾക്ക് മാത്രം ബാധകമാകുന്ന ഒരു റസൂലാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് പലരും വിചാരിച്ചിട്ടുള്ളത്. നമ്മൾ ശ്രദ്ധിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് റസൂലായി നിശ്ചയിക്കപ്പെട്ടുവോ അന്ന് മുതൽ ഖിയാമത്ത് നാൾ വരേക്കുമുള്ള ഓരോ ജിന്ന് മനുഷ്യ വിഭാഗം ഓരോരുത്തർക്കും, ഒരാളൊന്നൊഴിവല്ല, ഒരു ദേശക്കാരനോ ഭാഷക്കാരനോ വിഭാഗക്കാരനോ ഗോത്രക്കാരനോ ഒരു വർണ്ണക്കാരനോ ഒരാളൊന്നൊഴിവല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് റസൂലായി നിശ്ചയിക്കപ്പെട്ടുവോ അന്ന് മുതൽ ഖിയാമത്ത് നാൾ വരേക്കുമുള്ള ഓരോരുത്തരും ഈ റസൂലിനെ പിൻപറ്റിയാലല്ലാതെ അവർക്ക് സ്വർഗ്ഗത്ത് പോകാൻ കഴിയില്ല.
ജൂതനായിക്കോട്ടെ, നസ്രാണി ആയിക്കോട്ടെ, ഇഞ്ചീൽ പിൻപറ്റുന്നവനാണ്, തൗറാത്ത് ഏത് ആളെ പിൻപറ്റുന്നവനായിക്കോട്ടെ, ഏത് പ്രവാചകനെ പിൻപറ്റുന്നവനായിക്കോട്ടെ, ഏത് ഗ്രന്ഥത്തെ പിൻപറ്റുന്നവനായിക്കോട്ടെ, അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി കേൾക്കുകയും എന്നിട്ട് ആ റസൂലിൽ വിശ്വസിക്കാതെ അവൻ മരണപ്പെടുന്നതെങ്കിൽ അവൻ നരകക്കാരനാണ്. അതെന്റെ വാക്കല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കാണ്. ലാ യസ്മഉ ബി അഹദുൻ മിൻ ഹാദിഹിൽ ഉമ്മ യഹൂദിയ്യുൻ വലാ നസ്റാനിയ്യുൻ. ഒരാളും ഈ ഉമ്മത്തിൽപ്പെട്ട ഒരാളും എന്നെപ്പറ്റി കേൾക്കുകയും അത് ജൂതനായിക്കോട്ടെ, നസ്രാണി ആയിക്കോട്ടെ, എന്നിട്ട് ഞാൻ എന്തുകൊണ്ട് അയക്കപ്പെട്ടു അതിൽ വിശ്വസിക്കാതിരിക്കുകയും ചെയ്താൽ അവൻ നരകക്കാരനല്ലാതെ ആവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഓരോരുത്തരും അല്ലേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം സ്വഹീഹ് ബുഖാരിയുടെ സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ തൗറാത്തിന്റെ ചില ഏടുകളുമായിട്ട് അത് കിട്ടിയ സന്തോഷത്തിൽ ആഹ്ലാദത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വരികയാണ് സന്നിധിയിൽ. എന്നിട്ട് തൗറാത്തിന്റെ വചനങ്ങളാണ്, അല്ലാഹുവിന്റെ കലാമാണ്, മൂസാ നബിക്ക് കിട്ടിയ കിതാബാണ് എന്ന വിശ്വാസത്തിൽ വളരെ സന്തോഷത്തിൽ ആവേശത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ വെച്ച് ഇത് വായിക്കാൻ ആരംഭിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും സന്തോഷം കൊണ്ട് വരവേൽക്കുകയല്ല ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ആ വായന കണ്ടിട്ട് മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്തെ ദേഷ്യം കണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് വായന നിർത്തി, വായിക്കുന്നത് അവസാനിപ്പിച്ചു. അത്രയധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം ദേഷ്യം കൊണ്ട് വിവരണമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നുൽ ഖത്താബിന് ആ സന്ദർഭത്തിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വാക്കുണ്ട്, വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ലൗ കാന മൂസ ഹയ്യൻ ലമാ വസിയഹു ഇല്ല ഇത്തിബാഇ. മൂസ അലൈഹിസ്സലാം ഇന്നെങ്ങാനും ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ എന്നെ പിൻപറ്റാതെ മൂസാക്ക് വേറെ നിവൃത്തി ഉണ്ടാവുമായിരുന്നില്ല. ഇത് അല്ലാഹു നിശ്ചയിച്ച നിയമമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് റസൂലായി അയക്കപ്പെടുന്നുവോ, എന്ന് റസൂലായി നിശ്ചയിക്കപ്പെടുന്നുവോ, അന്ന് മുതൽ ഒരാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഈ റസൂലിനെ പിൻപറ്റിയാൽ അല്ലാതെ പറ്റൂല. ഏത് വിഭാഗക്കാരനായിക്കോട്ടെ, ഏത് ജാതിക്കാരൻ, ഏത് മതക്കാരനായിക്കോട്ടെ, ഏത് റസൂലിന്റെ അനുയായാണെന്ന് വാദിക്കുന്നവനായിക്കോട്ടെ. അതുകൊണ്ടാണ് അവസാന സമയത്ത് മസീഹു ദജ്ജാലിനെ കൊല്ലാൻ സാക്ഷാൽ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം, ഇഞ്ചീൽ കിട്ടിയ അതേ ഈസ ഇബ്നു മറിയം, അദ്ദേഹം ഇറങ്ങി വരും. അദ്ദേഹം ഇറങ്ങി വന്നിട്ട് ഇഞ്ചീൽ അനുസരിച്ചിട്ടല്ല ജീവിക്കുക, ഖുർആൻ അനുസരിച്ചിട്ടല്ല. കാരണം എന്താ, അദ്ദേഹം പോലും അതിന് ഒഴിവല്ലെങ്കിൽ പിന്നെ ആർക്കും ഒഴിവുണ്ടാവുക? നമ്മുടെ നാട്ടിൽ പല ആളുകളും പല ഔലിയാക്കന്മാരാണ്, ഞങ്ങൾ ശൈഖന്മാരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്ന, പുകഴ്ത്തി പറയുന്ന പല ആളുകളും അവർ നിസ്കരിക്കാറില്ല, റമദാനിൽ നോമ്പെടുക്കാറില്ല, ഹജ്ജിന് ചെയ്യാൻ സാധിക്കുമാരും അവർ ഹജ്ജ് ചെയ്യാറില്ല. എന്തേ? അവർ പറയണ്ട, ഞങ്ങളുടെ ശൈഖന്മാർ അവർക്കൊന്നും ചെയ്യൽ ബാധ്യതയല്ല. മൂസയ്ക്ക് മീസയ്ക്ക് ഒഴിവല്ലെങ്കിൽ പിന്നെ എന്ത് വരി? ഏത് വരിക്ക് പിന്നെ ഒഴിവുണ്ടാവുക? ഓരോരുത്തർക്കും ഖിയാമത്ത് നാൾ വരേക്കുള്ള ജിന്ന് മനുഷ്യ വിഭാഗത്തിൽപ്പെട്ട ഓരോരുത്തർക്കും ഈ റസൂലിനെ പിൻപറ്റിയാലല്ലാതെ, ആ റസൂലിന്റെ കൽപ്പനകൾ കൃത്യമായി പാലിച്ചാലല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. ഇതുപോലും ഈ ഒരു അടിസ്ഥാനം അറിയാത്ത എത്ര മുസ്ലിമീങ്ങളുണ്ട്? നമ്മൾ ശ്രദ്ധിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ പറ്റി നമ്മൾ പഠിക്കുക, അറിയുക എന്നുള്ളത് നമ്മുടെ രക്ഷയുടെ പിടിവള്ളിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് നമ്മൾ എത്രത്തോളം അജ്ഞരാകുന്നു, എത്രത്തോളം അദ്ദേഹത്തെ പറ്റി അറിയാതെ പോകുന്നു, അത്രത്തോളം നമ്മൾ നരകത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. അല്ലാഹു പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. തീർച്ചയായും നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. ഓരോ വിഷയത്തിലും, ജീവിതത്തിന്റെ ഓരോ ശ്വാസം വിടുന്ന സെക്കൻഡുകളിലും എങ്ങനെയായിരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയുണ്ട്. ആ മാതൃക നമ്മൾക്കത് അറിയാതെ എങ്ങനെ പിൻപറ്റാൻ സാധിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നറിയാതെ നമുക്ക് എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലെ ആകാൻ സാധിക്കുക, ആ മാതൃക ഉൾക്കൊള്ളാൻ സാധിക്കുക? അല്ലേ, ഉദാഹരണത്തിന് വീട്ടിനകത്തുള്ള കാര്യങ്ങൾ, ഭാര്യമാരുള്ള പെരുമാറ്റം, അല്ലേ, പലരും പുറത്ത് വലിയ മാന്യന്മാരാണ്, പകൽ മാന്യന്മാരാണ്, വീട്ടിനകത്ത് വളരെ മോശം സ്വഭാവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്താ? ഖിയാറുക്കും ലിനിസാഇ. നിങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കുന്ന ആളുകളെന്ന് പറഞ്ഞു. നിങ്ങളുടെ കൂട്ടുകാർ നല്ല രൂപത്തിൽ പെരുമാറുന്ന ആളെന്നല്ല, നാട്ടുകാർ ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുന്ന ആളെന്നല്ല, നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നല്ല രൂപത്തിൽ ഇടപഴകുന്നത് ആരാണോ അവരാണ് നിങ്ങൾ ഏറ്റവും നല്ല ആളുകൾ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കാണ്.
അത് ആ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രകടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും റഹ്മത്തോടുകൂടി പെരുമാറിയത് അദ്ദേഹത്തിന്റെ വീട്ടിനകത്താണ്. ഇതൊന്നും അറിയാതെ നമുക്കെങ്ങനെ നമ്മുടെ വീട്ടിനകം ഒരു ഇസ്ലാമിക അന്തരീക്ഷം വീട്ടിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക നമുക്ക് നമ്മുടെ ഭാര്യമാരുടെ അടുക്കൽ പ്രകടിപ്പിക്കാൻ നമുക്കിത് അറിയാതെ എങ്ങനെ സാധിക്കാം? ഇങ്ങനെ ഓരോ കാര്യത്തിലും ചെറുതും വലുതുമായ ഓരോ മേഖലകളിലും നമുക്ക് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള മാതൃക അത് നമ്മൾ പാലിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ, നമ്മൾ ആ ജീവിതത്തെ അടുത്തറിയുകയല്ലാതെ നമുക്ക് വേറൊരു നിവൃത്തിയില്ല. നമ്മൾ പഠിക്കണം. ഓരോരുത്തരും അവരവർക്ക് സാധിക്കുന്ന സമയവും സൗകര്യവും കഴിവിനൊക്കെ അനുസരിച്ച് പരമാവധി പഠിക്കണം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരാൾ 24 മണിക്കൂറും പഠനത്തിൽ തന്നെ മുഴുകാൻ ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവനതിന് സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. എങ്ങോട്ടും പോകേണ്ടതില്ല, എന്തും തിരഞ്ഞ് കണ്ടുപിടിക്കാൻ വിഷമമില്ല, എന്തും ഒരൊറ്റ ക്ലിക്കിൽ അവന്റെ കൺമുന്നിലേക്ക് വന്നു. ഇങ്ങനെയുള്ളൊരു സമയത്ത് ഇത്രയും സൗകര്യങ്ങൾ റബ്ബ് എളുപ്പമാക്കിയിട്ട് നമ്മൾ റബ്ബിന്റെ അടുക്കൽ പഠിക്കാത്തതിന്, അറിയാത്തതിന് എന്ത് ന്യായമാണ് പറയാൻ പോകുന്നത്? നിങ്ങൾക്കറിയോ സ്വഹാബത്ത് എങ്ങനെയാണ് അറിവ് കരസ്ഥമാക്കിയതെന്ന്? സ്വഹാബത്ത് എങ്ങനെ ദീൻ പഠിച്ചത് നിങ്ങൾക്കറിയോ? പല ആളുകളും, പല സ്വഹാബത്തും അവർക്ക് വീട്ടിൽ പട്ടിണി സഹിക്കവയ്യാതെയാണ് പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മജ്‌ലിസിൽ നിന്ന് കച്ചവടത്തിനും കൃഷിക്കും ഒക്കെ പോയിരുന്നത്. അവർക്ക് വീട്ടിൽ പട്ടിണി സഹിക്കവയ്യാത്ത സന്ദർഭത്തിൽ മാത്രം. വീട്ടിൽ എന്തെങ്കിലും തട്ടിക്കൂട്ടാനുണ്ടെങ്കിൽ അവരവിടെ ഇരിക്കും. എന്തെങ്കിലും ഭക്ഷിക്കാൻ അവർക്ക് ഒപ്പിക്കാനുണ്ടെങ്കിൽ അവരവരുടെ മജ്‌ലിസിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മജ്‌ലിസിൽ അവർ കഴിച്ചുകൂട്ടും, ക്ഷമിച്ചിരിക്കും. ഒരു നിലയ്ക്കും പറ്റാത്ത സന്ദർഭങ്ങളിൽ മാത്രമേ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ പഠിപ്പിക്കുന്ന മജ്‌ലിസിൽ നിന്ന് എഴുന്നേറ്റ് കച്ചവടത്തിനും കൃഷിക്കും പോകാറുള്ളൂ. നമ്മൾ ശ്രദ്ധിക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമ്മളെപ്പോഴും കേൾക്കുന്ന സഹാബി, ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിവായത്ത് ചെയ്ത സഹാബി. ആ സഹാബി എങ്ങനെ ഇത്രയും അറിവുള്ള ഒരാളായി തീർന്നത്? അതിന് പിന്നിൽ കണ്ണീരണിയിക്കുന്ന, നമ്മുടെ കൽബിനെ വേദനിപ്പിക്കുന്ന ഒരുപാട് ചരിത്രങ്ങളുണ്ട്. പലപ്പോഴും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മജ്‌ലിസിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന് വിശപ്പ് സഹിക്കവയ്യാതെ അദ്ദേഹം വഴിവക്കിൽ ബോധം കെട്ട് വീഴാറുണ്ട്. മദീനത്തെ കുട്ടികൾ എന്തോ ഭ്രാന്തനാണെന്ന് വിചാരിച്ച് അദ്ദേഹത്തിന് മുതുകത്തും നെഞ്ചിലൊക്കെ ചാടിക്കളിക്കാറുണ്ട്. അദ്ദേഹം പറയാറുണ്ട്, എനിക്ക് വിശപ്പല്ലാതെ മറ്റൊന്നുമില്ല, എനിക്ക് ഭ്രാന്ത് ബാധിച്ചിട്ടില്ല, വിശപ്പല്ലാതെ എന്നെ ബോധം കെട്ട് വീഴ്ത്തിയിട്ടില്ല എന്ന് അദ്ദേഹം പറയാറുണ്ട്. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയിട്ടുമാണ് അവർ ഈ നിലയിലെത്തിയത്. നമ്മൾ നാളിൽ നോക്കണം, ഖിയാമത്ത് നാളിൽ ഇങ്ങനെയുള്ള ഒരുപാട് പേർ ഒരുപാട് വിശപ്പും പ്രയാസങ്ങളും വേദനകളും സഹിച്ച് ദീൻ പഠിച്ച ആളുകൾ ഖിയാമത്ത് നാളിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഈ ചെറിയ ചെറിയ വിഷയങ്ങൾ, ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞ്, ചെറിയ ചെറിയ ന്യായീകരണങ്ങൾ പറഞ്ഞ്, മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് നമ്മൾ റബ്ബിന്റെ അടുക്കൽ ന്യായം പറഞ്ഞ് നമുക്ക് എങ്ങനെ ഒഴിഞ്ഞു മാറാൻ സാധിക്കുക? കാരണം ഇവർ പോയ അതേ സ്വർഗത്തിന് നമുക്കും പോവാൻ. അവർ ഇത്രയും പ്രയാസങ്ങൾ സഹിച്ചിട്ടും അതൊക്കെ അവർ മറികടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ ചെറിയ പ്രയാസങ്ങൾ മറികടക്കാൻ സാധിക്കാത്തത്? ദീൻ പഠിക്കുന്ന വിഷയത്തിൽ, അറിവ് കരസ്ഥമാക്കുന്ന വിഷയത്തിൽ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. നമ്മളെ സ്വയം വിചാരണ ചെയ്യേണ്ട വിഷയമാണ്. നമ്മൾ എന്ത് കാരണമാണ്, എന്ത് ന്യായമാണ് റബ്ബിന്റെ അടുത്ത് നമ്മൾ ബോധിപ്പിക്കാൻ പോകുന്നത്? അറിവില്ലാതെ മരിച്ചു പോകുന്നതിന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റി പഠിക്കാത്തതിന് നമ്മൾ റബ്ബിന്റെ അടുക്കൽ എന്ത് ന്യായം പറയാൻ പോകുന്നത്? ഇന്ന് നമ്മുടെ അടുക്കൽ മലക്കുൽ മൗത്ത് നമ്മുടെ അടുക്കൽ ഹാജരാവുകയാണ്, നമ്മുടെ റൂഹ് പിടിക്കാൻ. എന്നിട്ട് നമ്മളോട് പറയാം, അല്ലാഹുവിന്റെ അടുക്കൽ ഈ മലക്കുൽ മൗത്ത് നമ്മളെ കൊണ്ടുപോകുമ്പോൾ റബ്ബ് പറയാണ്, നീ ഇത്രയും കാലം നിന്റെ ജീവിതത്തിൽ നീ ചെയ്ത കാര്യങ്ങൾ മുഴുവൻ ഹറാം, നിനക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യൽ വാജിബായിട്ടുണ്ടായിരുന്നു, ഇതൊന്നും നീ പൂർത്തീകരിച്ചിട്ടില്ല എന്ന് റബ്ബ് നമ്മളോട് പറയുമ്പോൾ നമ്മൾ റബ്ബിനോട് പറയാ, റബ്ബേ ഞാനത് പഠിച്ചിട്ടില്ല, അറിയാത്തത് കൊണ്ട് ചെയ്ത. എന്താ അറിയാതിരുന്നത്? ജനിക്കുമ്പോൾ അറിയാതിരിക്കുന്ന നിന്റെ കുറ്റമല്ല, പക്ഷേ മരിക്കുമ്പോഴും നീ ഒന്നും അറിയാത്ത രൂപത്തിൽ മരണപ്പെടുക എന്നുള്ളത് അത് നിന്റെ കുറ്റമാണ്. എന്ത് പഠിക്കാത്തതെന്താ? എന്ത് സൗകര്യങ്ങളാണ് നിനക്ക് കുറവുള്ളത്? എന്ത് പ്രശ്നമാണ് നിനക്ക് തടസ്സമായിട്ടുള്ളത്? സ്വഹാബത്തിന്റെ ജീവിതം നീ നോക്കുന്നില്ലേ? അവർക്കുള്ള പ്രയാസങ്ങൾ അവരെങ്ങനെ മറികടക്കുന്നു നീ ചിന്തിക്കുന്നില്ലേ? ഇതിന്റെ മുന്നിൽ നമ്മൾ എന്ത് ന്യായമാണ് റബ്ബിന്റെ അടുക്കൽ പറയാൻ പോകും? നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മുടെ അറിവ് ശരിയായിട്ടില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം ശരിയാവില്ല, പ്രവർത്തനങ്ങൾ ശരിയാവില്ല, നിലപാടുകൾ ശരിയാവില്ല, നമ്മുടെ ദീൻ ഒന്നും ശരിയാവില്ല.
ഏറ്റവും ഒന്നാമത്തെ അടിസ്ഥാനം അറിവാണ്. ഇത് അറിവിന്റെ ദീനാണ്, ദീനുൽ ഇസ്ലാം എന്നുള്ളത്. അൽ ഇൽമു ഖബ്ല അൽ ഖൗലി വൽ അമൽ. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് പറയുന്ന വാക്കാണ്. സംസാരത്തിനും പ്രവർത്തനത്തിനും മുമ്പ് അറിവാണ്. കാരണം നമ്മൾ സംസാരിക്കുന്ന സംസാരം ശരിയാണെന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ അറിവില്ലാതെ പറ്റൂല. നമ്മൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനം ശരിയാണെന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ അറിവില്ലാതെ സാധിക്കൂല. അങ്ങനെ അറിവ് കരസ്ഥമാക്കി നമ്മുടെ പ്രവർത്തനങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തി, നമ്മുടെ സംസാരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തി, നമ്മുടെ വിശ്വാസം ശരിയാണെന്ന് ഉറപ്പുവരുത്തി, ആ ഉറപ്പോട് കൂടി മരിക്കാൻ സാധിക്കും. അതാണ് ഒരു മുസ്ലിമിന്റെ ഏറ്റവും മിനിമം ക്വാളിറ്റി. അങ്ങനെയെങ്കിലും നമുക്ക് ആവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യട്ടെ, നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിലുള്ള ചെറിയ ചെറിയ തടസ്സങ്ങൾ, ആ തടസ്സങ്ങളൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നീക്കി തരികയും അത് മറികടക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ സഹായിക്കുകയും, അങ്ങനെ റബ്ബിന്റെ ദീനിനെ സംബന്ധിച്ചു, അവൻ നമ്മളിലേക്ക് അയച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ചു ശരിയായ രൂപത്തിൽ പഠിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും അവർ എളുപ്പം നൽകുകയും ചെയ്യുമാറാവട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇൽ മുഅ്മിനീൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു വൽ ഗഫൂറുർ റഹീം. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി കരസ്ഥമാക്കാൻ, അവന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, അവന്റെ സ്വർഗ്ഗം കരസ്ഥമാക്കാൻ നാം ഓരോരുത്തരും ഒന്നാമത് ചെയ്യേണ്ടത് പഠിക്കലാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിലേക്ക് എത്തിച്ചു തന്ന ദീനിന്റെ വിധിവിലക്കുകളെ സംബന്ധിച്ച് നാം ഓരോരുത്തരും പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ രക്ഷയ്ക്കുള്ള ഒന്നാമത്തെ പടി. ഈ ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കാനുള്ള കാരണം, നാം ഒന്ന് ചിന്തിച്ചു നോക്കുക, നമ്മളെ തന്നെ സ്വയം വിചാരണ ചെയ്യുക. നമ്മൾക്ക് ഹിദായത്ത് കിട്ടിയിട്ട് എത്ര കാലമായി? നമ്മുടെ വൃത്തികെട്ട ആ മോശം അവസ്ഥയിൽ നിന്നും, ആ ഇരുണ്ട ഭൂതകാലത്തിൽ നിന്നും നമ്മൾ അല്ലാഹു നമുക്ക് എളുപ്പമാക്കി തന്ന ഈ ഹിദായത്തിന് വെളിച്ചത്തിലേക്ക് കടന്നു വന്നിട്ട് എത്ര കാലായി? ഇത്രയും വർഷക്കാലം കൊണ്ട് നമുക്ക് നമ്മുടെ അറിവിൽ എന്ത് വർധനവുണ്ടായത്, എന്ത് മാറ്റം ഉണ്ടായത്? ആ ഹിദായത്ത് കിട്ടുന്ന സമയത്തുള്ള ആ തുടക്കത്തിലുള്ള ആരംഭശൂരത്വമല്ലാതെ, അപ്പോൾ നമുക്കുണ്ടായ ചെറിയ മാറ്റങ്ങളല്ലാതെ പിന്നെ നമുക്ക് എന്താണ് പറയത്തക്കൊരു മാറ്റം ഉണ്ടായിട്ടുള്ളത്? എന്ത് മാറ്റം ഉണ്ടായിട്ടുള്ളത്? നമ്മുടെ ഇബാദത്തുകളിൽ എന്ത് വർധനമാണ് ഉണ്ടായിട്ടുള്ളത്? നമ്മൾ പഠിച്ച ഇൽമുകളിൽ, നമ്മൾ നേടിയ അറിവുകളിൽ എന്ത് മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്? എന്താണ് നമുക്ക് കാര്യമായി പറയാൻ പറ്റുന്ന ഒരു മാറ്റം എന്താ ഉള്ളത്? പറയുമ്പോൾ നമ്മുടെ ബാക്കിയെല്ലാം മാറിയിട്ടുണ്ട്. നമ്മുടെ സാമ്പത്തികമായ അവസ്ഥ മാറിയിട്ടുണ്ട്, വീടിന്റെ രൂപം മാറിയിട്ടുണ്ട്, നമ്മുടെ വീട്ടിനകത്തുള്ള സൗകര്യങ്ങൾ മാറിയിട്ടുണ്ട്, എല്ലാം മാറിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഖൽബിനകത്തുള്ള ഇൽമും ഈമാനും മാത്രം അതിനൊരു മാറ്റമില്ല. അന്നും ഇന്നും ഒരേപോലെ. എന്താണ് നമുക്ക് ഈ മാറ്റം വരാത്തതെന്താ? നമ്മൾ ആരെയാണ് കാത്തു നിൽക്കുന്നത്? മരണത്തെയോ? നിങ്ങളിപ്പോ മരിക്കില്ല, നിങ്ങൾ കാരണം ഉറപ്പു തന്നത് നിങ്ങളുടെ ചെറുപ്പമോ, നിങ്ങളുടെ ഒഴിവ് സമയമോ, നിങ്ങളുടെ ആരോഗ്യമോ? എന്താണ് നിങ്ങൾക്ക് ഉറപ്പു തന്നത്? അല്ലാഹു കണക്കാക്കിയ സമയം എത്തിയാൽ മലക്കുൽ മൗത്ത് നിങ്ങളുടെ റൂഹ് പിടിക്കുക തന്നെ ചെയ്യും. എത്ര ചെറുപ്പമായിട്ടും കാര്യമില്ല, എത്ര ആരോഗ്യം ഉണ്ടായിട്ടും കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയ അവധി വന്നെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും മരിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദിനേന എന്നോണം നിങ്ങൾ പല ഹറാമുകളും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഡെയിലി ലൈഫിൽ നിങ്ങൾ പല ഹറാമുകളും ഹലാലാണെന്ന് വിചാരിച്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയില്ലത് ഹറാമാണ്, കാരണം നിങ്ങൾ പഠിച്ചിട്ടില്ല, ചോദിക്കുന്നുമില്ല. അങ്ങനെ തുടരാണ്. എങ്ങനെയാണോ കണ്ട് ശീലിച്ചു വന്നത്, സാഹചര്യം എങ്ങനെയാണോ അങ്ങനെ തന്നെ കടന്നു പോവാണ്.
നിങ്ങളുടെ നിത്യജീവിതത്തിൽ നിങ്ങൾ പാലിക്കാതെ വിട്ടുകളയുന്ന ഒരുപാട് നിർബന്ധ ബാധ്യതകളുണ്ട്. റബ്ബ് നിങ്ങളോട് ചോദ്യം ചെയ്യുന്ന, നിങ്ങൾ പാലിക്കാത്തതിന് ശിക്ഷ കിട്ടുന്ന ഒരുപാട് നിർബന്ധ ബാധ്യതകൾ നിത്യവും ഡെയിലി നിങ്ങൾ വിട്ടുപോകും. നിങ്ങൾക്കറിയില്ല അതെനിക്ക് പാലിക്കൽ ബാധ്യതയാണ്, നിർബന്ധമാണ്. എത്ര കാലം ഇങ്ങനെ തന്നെ തുടരും? എത്ര കാലം നമ്മൾ ന്യായീകരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞുമാറും? നമ്മൾ ഒരിക്കലും അള്ളാഹു നരകക്കാരെ പറ്റി പഠിപ്പിച്ചെന്നതുപോലെ ഒരിക്കലും ആകരുത്. അവരുടെ പ്രതീക്ഷ അവരെന്ത് ചെയ്യണം? ഭിന്നിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ഇനിയും ജീവിക്കും, ഞാൻ ഇനിയും അടുത്ത മാസം അടുത്ത കൊല്ലം വരെ ജീവിക്കും, അല്ലെങ്കിൽ എൻ്റെ ഈ ബിസിനസ് തീരുന്നവരെ ഞാൻ ജീവിക്കും, അതിനുശേഷം എനിക്ക് ഒഴിവ് സമയം ഉണ്ടാവും, അതിനുശേഷം എനിക്ക് ആരോഗ്യം ഉണ്ടാവും, അതിനുശേഷം ഞാൻ പഠിക്കും, അതിനുശേഷം ഞാൻ മാറ്റം വരുത്തും. ഈ ഒരു പ്രതീക്ഷ ഇത് ശൈത്താനിന്റെ ഏറ്റവും വലിയ തന്ത്രമാണ്. ഒരു മനുഷ്യനെ നരകത്തിലേക്ക് എത്തിക്കുന്നതിൽ ശൈത്താനുള്ള ഏറ്റവും വലിയ തന്ത്രമാണ് തസ്വീഫ്. പിന്നെ ചെയ്യാം, നാളെ പഠിക്കാം, മറ്റന്നാ മാറ്റം വരുത്താം, ഈ സുന്നത്ത് അത് പിന്നെ അടുത്ത ദിവസം മുതൽ ചെയ്യാം. ഈ ഒരു പിന്നേക്ക് വെക്കുന്നത് ശൈത്താന്റെ ഏറ്റവും വലിയ തന്ത്രമാണ്. മാറ്റം ഇപ്പൊ വേണം, ഇപ്പൊ തുടങ്ങണം, ഇപ്പൊ നമ്മൾ മാറി തുടങ്ങണം, പഠിച്ചു തുടങ്ങണം. ഒരു ദിവസം ഒരായത്ത് വെച്ചെങ്കിലും നമ്മൾ മനഃപ്പാടമാക്കാനും ആശയം പഠിക്കാനും തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴേക്കും നമ്മൾ ഖുർആൻ മുഴുവൻ മനഃപ്പാടമാക്കി കഴിയും. കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴേക്കും നമ്മൾ ഖുർആന്റെ മുഴുവൻ അർത്ഥങ്ങളും പഠിച്ച് മനസ്സിലാക്കി കഴിയും. നമ്മൾ ഹിദായത്തിലെത്തിയിട്ട് 20-30 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരേക്കും നമ്മൾക്ക് ഖുർആൻ ഒരാവർത്തി പോലും മുഴുവൻ വായിച്ചു തീർക്കാൻ അർത്ഥത്തോടെ പറ്റിയിട്ടില്ലെങ്കിൽ അത് നമ്മുടെ പോരായ്മ തന്നെ. നമ്മൾ റബ്ബിനോട് ഉത്തരം പറയേണ്ടി വരും. വളരെ ഗൗരവമുള്ള വിഷയമാണ്. സഹാബത്തിൽ എത്ര ആളുകളുണ്ട് നിങ്ങൾക്കറിയില്ലേ? സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, അൻസാരികളുടെ നേതാവ്. അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് അദ്ദേഹം ഷഹീദായി മരണപ്പെടുന്നതിനിടയിൽ 6 വർഷം മാത്രം അദ്ദേഹം സ്വഹാബിയായിട്ട് ജീവിച്ചത്. ആ 6 വർഷക്കാലത്തിനിടയിൽ അദ്ദേഹം ചെയ്ത ഹിദ്മത്തുകളുടെ വലിപ്പം കാരണത്താൽ അദ്ദേഹം മരണപ്പെട്ടപ്പോ റഹ്മാനായ റബ്ബിന്റെ അർശ് കുലുങ്ങി. ആ റൂഹ് റബ്ബിന്റെ അടുക്കലേക്ക് ഉയരുന്ന സന്തോഷം കാരണം നമുക്ക് റബ്ബിന് വേണ്ടി നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? ഈ ദീനു വേണ്ടി എത്ര കാലം കഴിഞ്ഞു? നമുക്ക് നമ്മുടെ വിശപ്പ് സഹിക്കാൻ പറ്റില്ല, പട്ടിണി സഹിക്കാൻ പറ്റില്ല, ഒന്നും സഹിക്കാൻ പറ്റില്ല, ഒരു അസൗകര്യങ്ങൾ നമുക്ക് നേരിടാൻ പറ്റില്ല. അത് കാരണം പഠനം നടക്കുന്നില്ല, ഇബാദത്ത് നടക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല. നമുക്ക് എല്ലാ സൗകര്യങ്ങളും കിട്ടിയാലേ എന്തെങ്കിലും ഒരു കാര്യം ആർക്കു വേണ്ടിയിട്ടാണ്? നമ്മളെന്തോ ചെയ്ത റബ്ബിന് ഗുണം കിട്ടുന്ന പോലെ പല ആൾക്കാരുടെയും പ്രതികരണം. നമ്മൾ ചെയ്ത നമുക്ക് നല്ലത്. ഇത് റബ്ബ് നമ്മളോട് ചോദ്യം ചെയ്യുന്ന അനുഗ്രഹമാണ് ഹിദായത്ത്. ഈ ഹിദായത്ത് നമ്മൾക്ക് കിട്ടിയിട്ട് ഇതിന് നമ്മൾ വേണ്ട വിധത്തിൽ അനുഗ്രഹം ശുക്ർ കാണിച്ചിട്ടില്ലെങ്കിൽ ഈ ഹിദായത്തോടുകൂടി തന്നെ നമ്മൾ മരണപ്പെടും. നമുക്ക് എന്തുറപ്പാണ്? ഇതിന് ക്വാളിറ്റിയുള്ള അർഹതയുള്ള ആളുകളിലെ ഈ ഹിദായത്ത് റബ്ബ് നിലനിർത്തുള്ളൂ. അല്ലാത്തവർ ഈ ഹിദായത്ത് റബ്ബ് എടുത്തു കളയും. എത്ര ആളുകൾ ഹിദായത്ത് റബ്ബ് എടുത്തു കളഞ്ഞിട്ടുണ്ട്? എത്രയോ വർഷക്കാലം, 40-50 വർഷക്കാലം റബ്ബിന് ഇബാദത്ത് ചെയ്ത് മുഴുകി എത്ര ആളുകൾ അവസാന കാലത്ത് നരകക്കാരന്റെ പ്രവർത്തനം ചെയ്ത് മരണപ്പെട്ടു പോയിട്ടുണ്ട്. വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മളിലുള്ള കാര്യങ്ങൾ, അവസ്ഥകൾ നമ്മൾ മാറ്റം വരുത്താത്തിടത്തോളം നമ്മൾക്ക് റബ്ബ് നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങൾ റബ്ബ് മാറ്റം വരുത്തൂല. നമ്മൾ മാറണം, നമ്മൾ മാറ്റം വരുത്തണം, നമ്മളിലെ പോരായ്മ നമ്മൾ പരിഹരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഈ അജ്ഞത ഇത് വലിയൊരു പോരായ്മയാണ് എന്ന് തിരിച്ചറിയാനുള്ള തൗഫീഖെങ്കിലും ആ ഒരു തിരിച്ചറിവെങ്കിലും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഹൃദയത്തിൽ ഇട്ടു തരികയും ഈ ഒരു പോരായ്മ അത് എങ്ങനെയെങ്കിലും നികത്താൻ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുന്ന ആളുകളായി റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും മാറ്റി തീർക്കുകയും ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.